ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് സെക്കൻഡിലെ എക്കണോമിക് സിസ്റ്റം ആൻഡ് എക്കണോമിക് പോളിസീസ് എന്നുള്ള 9th ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇക്കോണമി തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഇക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചും ഇക്കണോമിക് പോളിസിയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. Look at the picture. The picture represents land, factory, transport, technology, etc., which are the means by which goods and services are produced and distributed. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആവശ്യമായ ഫാക്ടേഴ്സിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. റോ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഫാക്ടറീസ് ആവശ്യമാണ്, ടെക്നോളജി ആവശ്യമാണ്. ഈ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ആവശ്യമായ ഈ വസ്തുക്കളുടെ ഓണർഷിപ്പ് ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടായിരിക്കും. ചില രാജ്യങ്ങളിൽ പ്രൈവറ്റ് പാർട്ടികൾക്കായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ വേറെ ചില രാജ്യങ്ങളിൽ പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യമുള്ളതായിരിക്കും. ഓൺ ദി ബേസിസ് ഓഫ് ദി ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽ എക്സെട്ര, എക്കണോമിക് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമിക് സിസ്റ്റത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. Let us analyze the features of these economic systems. Capitalist economy is the economy in which the ownership of means of production is with private individuals who work with the motive of making profits. ഉൽപ്പാദനത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ഉടമസ്ഥത പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, ബിൽഡിങ്സ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉടമസ്ഥത പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഉൽപ്പാദനം നടത്തുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒരു സ്ഥാപനം നടത്തുമ്പോഴേക്കും അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും, അല്ലേ? മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകത. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അവരുടെ ലക്ഷ്യം. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. Private individuals work with the motive of making profit. Freedom for the entrepreneurs to produce any commodity, right to private property, profit motive, transfer of wealth to legal heir, free market with no control over price, consumer sovereignty, competition among entrepreneurs to sell products. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വർക്ക് വിത്ത് ദി മോട്ടീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. സ്വകാര്യ വ്യക്തികൾ അവരുടെ ലാഭം ലക്ഷ്യമാക്കിയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അവർ രൂപം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി തിരിച്ച് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓണേഴ്സ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൈകാര്യം ചെയ്യുന്നത്. അവരുടെയാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഓണേഴ്സ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഫ്രീഡം ഫോർ ദി എൻ്റർപ്രണേഴ്സ് ടു പ്രൊഡ്യൂസ് എനി കമ്മോഡിറ്റി. എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റർപ്രണറാണ്, സംരംഭകനാണ്. എന്ത് സാധനം എന്തളവിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഓരോ എൻ്റർപ്രണറുമാണ് തീരുമാനിക്കുന്നത് എന്ത് സാധനമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന്. റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം. ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ എയർ, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി. പരമ്പരാഗതമായിട്ട് ഉള്ള സ്വത്ത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന രീതിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലുള്ളത്. ഫ്രീ മാർക്കറ്റ് വിത്ത് നോ കൺട്രോൾ ഓവർ പ്രൈസ്, വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള മാർക്കറ്റ്. എൻ്റർപ്രണർ അയാൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുന്നു. കൺസ്യൂമേഴ്സ് സോവർണിറ്റി, കൺസ്യൂമറുടെ പരമാധികാരം. സാധനങ്ങൾ വാങ്ങുന്ന ആളാണ് കൺസ്യൂമർ, ഉപഭോക്താവ്. ഉപഭോക്താവിന് പരമാധികാരമുണ്ട്. ഈ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൺസ്യൂമർക്കുണ്ട്. എൻ്റർപ്രണർ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സാധനമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആ സാധനം അയാൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്കാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. വില കൊടുത്ത് ഈ സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കൺസ്യൂമറാണ്.
കോമ്പറ്റീഷൻ എമംഗ് എൻ്റർപ്രണേഴ്സ് ടു സെൽ പ്രോഡക്ട്സ്. സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റർപ്രണേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ മറ്റൊരു ഫീച്ചറാണ്. ദർ ഈസ് വെരി ലിറ്റിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി നേഷൻ ആർ ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആൻഡ് ടു ഡിഫെൻഡ് ദി കൺട്രി ഫ്രം ഫോറിൻ ഇൻവേഷൻ. സച്ച് നേഷൻസ് ആർ നോൺ as പോലീസ് സ്റ്റേറ്റ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് വളരെ കുറവാണ്. ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആൻഡ് ഡിഫെൻഡ് കൺട്രി ഫ്രം ഫോറിൻ ഇൻവേഷൻ. വിദേശ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക, ക്രമസമാധാനം നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഗവൺമെൻറ് ഇടപെടുന്നുള്ളൂ. മാർക്കറ്റിൽ ഗവൺമെൻറ്റിന് യാതൊരു നിയന്ത്രണവുമില്ല. ഇത്തരം നേഷൻസിനെ പോലീസ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. ഏതൊക്കെയാണ് ബേസിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. When the price of goods and services increase, the producers will have a tendency to make profit through an increase in production. But as price increases, demand falls and thus the producers will have to reduce the production. Likewise, as the price of goods and services fall, producers try to reduce the output. But with the fall in price, demand increases and this will induce the producers to increase the production. Thus, the rise and fall in price influence the producers and consumers and consequently control the availability of goods and services. This is called price mechanism. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വില കൂടുമ്പോൾ എൻ്റർപ്രണേഴ്സ് പ്രൊഡക്ഷൻ കൂട്ടുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുമ്പോൾ എൻ്റർപ്രണേഴ്സ് ഉൽപ്പാദനം കൂട്ടുന്നു. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക്, പ്രോഡക്റ്റിന് വില വർദ്ധിക്കുമ്പോഴേക്കും പൊതുവെ ആവശ്യക്കാർ കുറയുകയും എൻ്റർപ്രണേഴ്സ് ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വില കുറയുമ്പോഴേക്കും എൻ്റർപ്രണേഴ്സ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ സാധനങ്ങളുടെ വില കുറയുമ്പോഴേക്കും ആവശ്യക്കാർ കൂടുകയും എൻ്റർപ്രണേഴ്സ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രൈസിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും കൺസ്യൂമേഴ്സിനെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ലഭ്യത എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോഴേക്കും എൻ്റർപ്രണേഴ്സ് പ്രൊഡക്ഷൻ കൂട്ടി കൂടുതൽ ലാഭമുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോഴേക്കും കൺസ്യൂമേഴ്സ് അത് വാങ്ങാതെയാകും. സ്വാഭാവികമായിട്ടും വില കുറയുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വില കുറയുമ്പോഴേക്കും എൻ്റർപ്രണേഴ്സ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. എന്നാൽ വില കുറയുമ്പോഴേക്കും കൺസ്യൂമേഴ്സ് സാധനം കൂടുതലായിട്ട് വാങ്ങാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ വിലയിലുണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ എൻ്റർപ്രണേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ലഭ്യത മാർക്കറ്റിൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. Many features of the capitalist economy create certain problems as well. For example, the transfer of property to legal heir and a right to ownership of the private property result in the accumulation of wealth in the hands of a few. This result in increased the economic disparity in the society. Right to private property, transfer of wealth to legal heir. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് കൈമാറ്റ രീതിയും നിലനിൽക്കുന്നത് വഴി ചിലരുടെ മാത്രം കൈകളിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നു. ഇത് സൊസൈറ്റിയിൽ എക്കണോമിക് ഡിസ്പാരിറ്റിക്ക് കാരണമാകുന്നു. സാമ്പത്തികമായിട്ടുള്ള അന്തരം വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. We have now understood that capitalist economy has certain drawbacks. The socialist economy came into existence in order to overcome these drawbacks. Socialist economy is an economic system in which the means of production are owned by the public sector. This economic system works on centralized planning. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഡ്രോബാക്സുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ഡ്രോബാക്സ് മറികടക്കാനായിട്ട് രൂപം കൊണ്ടതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പബ്ലിക് സെക്ടറിലുള്ളതും സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു ഇക്കോണമിയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ മറ്റു ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് സോഷ്യൽ വെൽഫെയർ, ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രണർ, ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ എയർ, എക്കണോമിക് ഈക്വാളിറ്റി. ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് സോഷ്യൽ വെൽഫെയർ, ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രണർ, ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ എയർ, സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഇല്ല.
എക്കണോമിക് ഈക്വാളിറ്റി, സാമ്പത്തികമായിട്ടുള്ള സമത്വം, സാമ്പത്തികമായിട്ടുള്ള തുല്യത. It is through planning that the basic problems of an economy are solved by the socialist economy. Planning regarding what to produce, how to produce, and for whom to produce is done to ensure social welfare. Goods and services are produced and distributed accordingly. The amount of goods and services required for the society is calculated and production is done accordingly. Price mechanism does not have any role in the socialist economy as price is predetermined. ഇക്കോണമിയിലെ ബേസിക് പ്രോബ്ലംസ് ആയിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് അത് സോൾവ് ചെയ്യപ്പെടുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. എല്ലാ പ്രവർത്തനവും സോഷ്യൽ വെൽഫെയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ജനങ്ങളുടെ ക്ഷേമം അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ അതുപോലെ സർവീസസും കണ്ടെത്തി അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നു. പ്രൈസ് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതിനാൽ പ്രൈസ് മെക്കാനിസത്തിന് സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ യാതൊരു റോളുമില്ല. ഇക്കോണമിയിലെ ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. സോഷ്യൽ വെൽഫെയർ അടിസ്ഥാനമാക്കിയാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങളുടെയും സർവീസസിൻ്റെയും അളവ് കണ്ടെത്തി അതനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നിയന്ത്രിക്കപ്പെടുന്നത്. വില പ്രീഡിറ്റർമിൻഡ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് മെക്കാനിസത്തിന് സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രാധാന്യമില്ല. ദ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഈസ് ഓൾസോ നോട്ട് ഫ്രീ ഫ്രം ഡ്രോബാക്സ്. ദ പബ്ലിക് സെക്ടേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഈസ് ലെസ്. ദിസ് അഫക്ട് എക്കണോമിക് ഗ്രോത്ത് അഡ്വേഴ്സ്ലി. In the absence of private ownership of wealth and transfer of wealth to the legal heir, people are less likely to work hard. Moreover, the consumers have only a limited choice of products. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സ് പബ്ലിക് സെക്ടറാണ്, ഗവൺമെൻറ്റാണ്. എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പബ്ലിക് സെക്ടറിന് കുറവായിരിക്കും. ഇത് എക്കണോമിക് ഗ്രോത്തിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്നു, സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. സ്വകാര്യ സ്വത്തവകാശവും ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ എയർ, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ അധ്വാനിക്കാനായിട്ട് താല്പര്യമുണ്ടാവുകയില്ല. എത്ര അധ്വാനിച്ചാലും ലഭിക്കുന്നത് ഒരുപോലെയുള്ള തുകയായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനായിട്ട് തയ്യാറാവില്ല. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രോഡക്റ്റിൻ്റെ ചോയ്സ് ലിമിറ്റഡ് ആയിരിക്കും. ധാരാളം വെറൈറ്റി പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിരിക്കില്ല. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആവുകയുള്ളൂ. Next topic is mixed economy. Mixed economy is the economy that has certain features of both the capitalist economy and socialist economy. India has adopted mixed economy. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ഫീച്ചേഴ്സ് ചേർന്നിട്ടുള്ളതാണ് മിക്സഡ് ഇക്കോണമി. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് മിക്സഡ് ഇക്കോണമിക് സിസ്റ്റമാണ്. Let us analyze some of the features of a mixed economy. Existence of both private and public sector. Economy works on the principle of planning. Importance of welfare activities. Existence of both the freedom of public ownership of welfare and economic control. Existence of both the private and public sector. മിക്സഡ് ഇക്കോണമിയിൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും നിലനിൽക്കുന്നു. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ഇക്കോണമി വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് മിക്സഡ് ഇക്കോണമി പ്രവർത്തിക്കുന്നത്. ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ ആക്ടിവിറ്റീസ്. വെൽഫെയർ ആക്ടിവിറ്റികൾക്ക്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മിക്സഡ് ഇക്കോണമി പ്രാധാന്യം കൊടുക്കുന്നു. എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ഫ്രീഡം ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് കൺട്രോൾ. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ മിക്സഡ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നു. പ്യുവർ ഫോം ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഓർ സോഷ്യലിസ്റ്റ് ഇക്കോണമി cannot be seen anywhere today. There is government intervention in capitalist economies like those in the United Kingdom and United States of America. Private ownership of wealth and freedom of market have been permitted in socialist countries like China and Cuba. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയും ഇന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും കാണാനായിട്ട് സാധിക്കില്ല. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായി അറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയവ ഗവൺമെൻറ് ഇൻ്റർവെൻഷനോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായി അറിയപ്പെടുന്ന ക്യൂബയും ചൈനയും പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത്, ഫ്രീഡം ഓഫ് മാർക്കറ്റ്, സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്രമായിട്ടുള്ള മാർക്കറ്റും അനുവദിച്ചിട്ടുണ്ട്. അതായത് രാജ്യങ്ങളുടെ എക്കണോമിക് പോളിസീസിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി, ഇത് മൂന്നും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.